Hello guys, welcome to another beautiful vlog. ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ ഞങ്ങളുടെ വ്ളോഗിൽ പറഞ്ഞിരുന്നു ഈ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ കുവൈറ്റിൽ ഇവൻറ്റ്സ് ഒക്കെ വരുമോ ഇല്ലയോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ലെന്ന്. പക്ഷേ താങ്ക്ഫുള്ളി ഇവിടെ കുവൈറ്റിൽ ഇപ്പോഴും ഇവൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് കുവൈറ്റിലെ ഫുഡ് ഫെസ്റ്റിവൽ, കുവൈറ്റ് ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ് ഇവന്റിൻ്റെ പേര്. അപ്പം അതിൻ്റെ പോസ്റ്ററിൽ അവർ എഴുതിയിരിക്കുന്നത് ഫുഡ് ഷോപ്പിംഗ് ആൻഡ് എന്റർടൈൻമെന്റ്. അപ്പൊ പിന്നെ വേറെ എന്ത് വേണമല്ലേ, ഇത് കാണണ്ടേ. ഈ ഇവന്റ് സൂഖ് ഷർക്ക് മോളിന്റെ വാട്ടർ ഫ്രണ്ട് ഏരിയയിലാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ ഭക്ഷ്യ ഒരു ഈവന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് വ്ളോഗ്. അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഈവന്റ് ആണ് ഇതെന്നാണ് തോന്നുന്നത്. പോയി നോക്കിയാലേ അറിയത്തുള്ളൂ എന്താണെന്ന്. അതെ, അപ്പം എല്ലാവരെയും ഞങ്ങളുടെ വ്ളോഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാണ്. ആൻഡ് യു ആർ വാച്ചിങ് പ്രിയങ്ക പ്രജിത് വ്ളോഗ്സ്. വെൽക്കം ടു കുവൈറ്റ് ഫുഡ് ഫെസ്റ്റിവൽ. ഇതാണ് കുവൈറ്റ് ഫുഡ് ഫെസ്റ്റിവലിന്റെ ആംബിയൻസ്. ഈ ഒരു സീസണിൽ ഇങ്ങനത്തെ ഇവന്റ്സ് പതിവല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഇതൊരു സർപ്രൈസിങ് ഇവന്റ് ആയിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ലോങ് ലൈൻ ഫുൾ ഫുഡ് സ്റ്റോൾസ് ആണ്. സ്നാക്സ്, പേസ്ട്രീസ്, കോഫി, പിസ്സ, ഷവാമ, അങ്ങനെ നീണ്ടൊരു നിര തന്നെയുണ്ട്. ഫുഡ് മാത്രമല്ല കേട്ടോ ഇവിടെയുള്ളത്. ആളുകളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഓരോ തരം പെർഫോമൻസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിം ഹോർട്ടൻസ് കണ്ടപ്പോൾ അവിടുത്തെ മാംഗോ ബബിൾ ടീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. യൂഷ്വലി ടിം ഹോർട്ടൻസിൽ കാണുന്ന എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. കുറച്ച് ഡോണറ്റ്സും അതുപോലെ ടിംബിറ്റ്സും ആണ് ഉണ്ടായിരുന്നത്. ബോബ ഇല്ലാത്തത് കൊണ്ട് മാംഗോ ബബിൾ ടീയും അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മാറ്റി പിടിച്ചു. മാംഗോ ബബിൾ ടീക്ക് പകരം ഞങ്ങൾ ഓർഡർ ചെയ്തത് ബ്ലൂബെറി മാച്ച. അപ്പൊ ഇതാണ് ടിം ഹോർട്ടൻസ് സ്പെഷ്യൽ ബ്ലൂബെറി മാച്ച. അപ്പൊ ഏട്ടാ, ബ്ലൂബെറി മാച്ച എങ്ങനെയുണ്ട്? ആണോ? ഇഷ്ടപ്പെട്ടോ? എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ അധികം ടീ കുടിക്കാറില്ല, അതുകൊണ്ട് തന്നെ ടീയുടെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാറുമില്ല. അപ്പൊ ബോബ ഇല്ലാത്തതിന്റെ ഒരു വിഷമമാണ് എന്റെ ഫേസിൽ കണ്ടത് കേട്ടോ. ടീയുടെ ടേസ്റ്റ് അത് അതെ അതെ, പക്ഷെ ഒരു ബോബയും കൂടി ഉണ്ടായിരുന്ന അടിപൊളിയാണ്. ഈ ഇവന്റ് നടക്കുന്നത് സീ ഫ്രണ്ട് ഏരിയയിലാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു സീ ബ്രിഡ്ജ് ആണ്. ഇവിടെ കുറെ ആളുകൾ ഫിഷിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കി കാണാനില്ല, കടല് പോയി തോന്നുന്നു. സംഭവം കടലിൽ പോയി. പിന്നെ എന്ത് ചെയ്യാനാ, ഗോൾഡ് ഒന്നും അല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കൂടി അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു. ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഇവന്റ് നടക്കുന്ന സൂഖ് ഷർക്ക്. സൂഖ് എന്ന് വെച്ചാൽ പഴയ മാർക്കറ്റ് പ്ലേസസിനെ പറയുന്ന പേരാണ്. ഇപ്പോൾ എല്ലാ ഷോപ്പിംഗ് മോൾസ് ആണല്ലോ. ഈ മോളിനെ പറ്റി നമ്മൾ പിന്നീട് ഒരിക്കൽ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സീ ബ്രിഡ്ജിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വന്നു ആൻഡ് ബാക്ക് ടു ദ ഇവന്റ്. അവിടെ അടുത്ത പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തു. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ.
കലക്കൻ ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഒന്നും കൂടി ഇവന്റ് ഒക്കെ കറങ്ങി നടന്ന് കാണാമെന്ന് വെച്ചപ്പോൾ ദേ അടുത്ത ഷോ തുടങ്ങി. നിങ്ങളിപ്പോൾ ഫുഡ് സ്റ്റോൾസും കണ്ടു, സ്റ്റേജ് ഷോസും കണ്ടു അല്ലേ? ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം, വിച്ച് ഈസ് നത്തിങ് ബട്ട് ഷോപ്പിംഗ്. ടോയ്സ്, ഫങ്കി ആയിട്ടുള്ള സോക്സ്, പെർഫ്യൂംസ്, ജ്വല്ലറീസ്, കോസ്മെറ്റിക്സ്, ക്ലോതിങ്, ക്ലേ ക്രോക്കറീസ്, ക്രോഷേസ് എല്ലാം ഇവിടെ കാണാമായിരുന്നു. ഈ ക്രേസി സോക്സ് എന്ന് പറഞ്ഞ സ്റ്റാളിൽ ഒത്തിരി ഫങ്കി ആയിട്ട് കുറച്ച് കാർട്ടൂൺ ഗ്രാഫിക് പ്രിന്റഡ് സോക്സ് ഒക്കെ കാണാമായിരുന്നു. ഇവിടെ കാണുന്ന സ്റ്റോൾസിനൊക്കെ ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ളവരാണ്. QR കോഡ് എല്ലാ ഷോപ്സിലും സ്കാൻ ചെയ്യാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കൂടുതൽ ഓപ്ഷൻസ് കാണണമെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് എക്സ്പ്ലോർ ചെയ്താൽ മതി. What's your good name? Thank you. It smells good. നല്ല ബ്യൂട്ടിഫുൾ ടോട്ട് ബാഗ്സ്, അതുപോലെ തന്നെ ക്രോഷേ പേഴ്സ്, ഇതൊക്കെ ഈ കെൻസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോളിൽ അവൈലബിൾ ആയിരുന്നു. ഇവന്റ്സ് ആയ നമ്മുടെ ബക്ഷയിലും ലിറ്റിൽ വേൾഡിലും ഒക്കെ കണ്ട ചില സ്റ്റോൾസ് ഒക്കെ ഇവിടെയും ഉണ്ടായിരുന്നു. ബക്ഷയും ലിറ്റിൽ വേൾഡും എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ഇവിടെ ലിങ്ക് ഷെയർ ചെയ്യാം. ഇത് ലിറ്റിൽ ഡോർസ് എന്നൊരു കുട്ടികളുടെ എന്റർടൈൻമെന്റ് ബ്രാൻഡ് ആണ്, ബേസ്ഡ് ഇൻ കുവൈറ്റ്. ദേ ക്രിയേറ്റ് ആനിമേറ്റഡ് ഫിലിംസ് ആൻഡ് ഇന്ററാക്റ്റീവ് ഇവന്റ്സ് ഫോർ കിഡ്സ്. സോ അതിലെ ക്യാരക്ടേഴ്സ് ആണ് ഈ കാണുന്നത്. കിഡ്സിന് വേണ്ടിയുള്ള ഫൺ ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ. ഈ ക്യാരക്ടേഴ്സിന്റെ കൂടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും ഒന്ന് പോസ് ചെയ്തു. ഈ ക്യാരക്ടേഴ്സിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഇവിടെ ഒത്തിരി ഫോട്ടോ പോയിന്റ്സ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് എ ഫൺ ആക്ടിവിറ്റി. ഈ ഇവന്റിൽ വലിയൊരു ഏരിയ കിഡ്സിനുള്ള പ്ലേ ഏരിയ ആയിരുന്നു. ഒത്തിരി റൈഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് കിഡ്സിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡൈനിങ്ങും പ്ലേ ഏരിയയും അടുത്തടുത്തായതുകൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ കുട്ടികളെ പ്ലേ ഏരിയയിൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു.
കറക്കൊക്കെ കഴിഞ്ഞ് ഈ ഇവന്റിന് തൊട്ടടുത്തുള്ള ഈ ഇവന്റുള്ള മോളിന്റെ ഉള്ളിൽ കയറിയപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം കണ്ടു കേട്ടോ. സംഭവം എന്താന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം. ഇതൊരു വാട്ടർ ക്ലോക്ക് ആണ്. വേൾഡിൽ മൊത്തം 21 വാട്ടർ ക്ലോക്സേ ഉള്ളൂ. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദോസ്. വാട്ടർ ക്ലോക്സ് ആർ സം ഓഫ് ദി വേൾഡ്സ് ഓൾഡസ്റ്റ് ടൈം മെഷറിംഗ് ഡിവൈസസ്. ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലെ നമ്പേഴ്സ് അവേഴ്സും റൈറ്റ് സൈഡിലേത് മിനിറ്റ്സുമാണ്. ടൈം അഡ്വാൻസ് ആവുന്നതിനനുസരിച്ച് ഇതിൽ വെള്ളം ഫുള്ളാകും ആൻഡ് thereby we can understand the timing. സോ ഈ പിക്ചർ എടുത്ത ടൈം 9:30 ആണ്. അങ്ങനെ ഞങ്ങൾ ഇവന്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇന്നത്തെ പ്രോഗ്രാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഗ്രാം ആയിരുന്നു. നമ്മളുടെ നേരത്തെ ഭക്ഷ്യ മാർക്കറ്റിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. നമ്മൾ പറഞ്ഞതുപോലെ കൂടുതലും ഫുഡ്, അതേപോലെ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ്, പെർഫോമൻസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. പെർഫോമൻസസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മൈക്കിൾ ജാക്സന്റെ എന്താ പറയാ ബീറ്റ് ഇറ്റ് സോങ് ഒക്കെ വെച്ചിട്ട് അവർ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. സോങ്സ് ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, കാരണം ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്നുള്ളത് കൊണ്ട്. ശരിക്കും ആ സോങ് കൂടി വെച്ചിട്ട് കേൾക്കുമ്പോൾ അതിന്റെ ആ ഒരു ഗുമ്മ് മനസ്സിലാകുമായിരുന്നു. പിന്നെ അല്ലാത്ത സ്റ്റോൾസ് ഒക്കെ ഭക്ഷ്യ മാർക്കറ്റ് കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. എന്നാലും എനിക്കിങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ അങ്ങനെ ഒരു വാവ് എന്ന് പറയാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഓക്കെ ഓൺലി. അങ്ങനെ ഒത്തിരി ഇപ്പൊ ഭക്ഷ്യയിലൊക്കെ പോയപ്പോൾ സംഭവങ്ങൾ ഇങ്ങനെ ഒരു കളർഫുൾ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കുറെ സ്റ്റാളിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ. നമ്മളിപ്പോൾ മേടിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ചുമ്മാ കണ്ടിങ്ങനെ നടക്കാനുള്ള അതിന് മാത്രം ഇങ്ങനെ സ്റ്റോൾസ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് അങ്ങനെയൊന്നുമില്ല. കുറച്ച് അവിടെ ഇവിടെ ആയിട്ടൊക്കെ അല്ലേ. സോ ഓവറോൾ പക്ഷെ മോശം പ്രോഗ്രാം ഒന്നുമല്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത പ്രോഗ്രാം ആയിരുന്നു. ഒന്നിങ്ങനെ പോയി കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു പ്രിയങ്ക പ്രജിത്ത് വ്ലോഗ്സ്. ഗുഡ് നൈറ്റ്.